എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്താണെന്നോ? ഊത്തപ്പം. ഇത് ഞാൻ ഗോതമ്പ് മാവിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഊത്തപ്പം മാത്രമല്ല ഞാൻ തയ്യാറാക്കുന്നത്, ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള തക്കാളി ചട്നിയും ഇതോടൊപ്പം ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം ഈ വീഡിയോ പോസ്റ്റ് ആകുമ്പോഴേക്ക് ഇൻഷാല്ല ഞാൻ ചിലപ്പോൾ യാത്രയിലായിരിക്കും. ഞാനിത് പോകുന്നതിന് മുൻപ് ഇത് ഷെഡ്യൂൾ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് പോയ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വേണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ തുടരെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കേക്കിൻ്റെ റെസിപ്പി വരുന്നുണ്ട്, വിഷമിക്കേണ്ട. ഇപ്പം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമ്പോഴാണ് കേക്ക് പ്രധാനം എന്ന് എനിക്കറിയാം. എന്നാലും വിഷമിക്കേണ്ട, ന്യൂ ഇയറും വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് കേക്കിൻ്റെ റെസിപ്പി ഇൻഷാല്ല എന്തായാലും നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റിപ്ലൈ എനിക്ക് തരണം. എവിടെ ഇരുന്നാലും ഞാനിത് റിപ്ലൈക്ക് ആൻസർ ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഊത്തപ്പവും തക്കാളി ചട്നിയും തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗോതമ്പ് ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഊത്തപ്പത്തിന്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ്. തൈര് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നോക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. ഇത് കട്ടിക്കുള്ള ഒരു ദോശമാവിൻ്റെ ബാറ്ററിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഞാനിവിടെ 3.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങളിത് കലക്കി നോക്കണം എത്ര വെള്ളം വേണം എന്നുള്ളത്. ഇതുപോലെ ഒഴിച്ച് കലക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന് എത്ര വെള്ളമാണ് ആവശ്യം എന്നുള്ളത്. ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി, കണ്ടോ? ഇതിനി നമ്മൾ മാറ്റി വെക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ചേരുവയെല്ലാം റെഡിയാക്കി വെക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ മാവ് ഇതുപോലെ കലക്കിയിട്ട് 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. 5 മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഈ ഊത്തപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഈ ഊത്തപ്പത്തിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ സാമ്പാർ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 5 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് മുളക് പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതൊന്ന് വഴണ്ട ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
എനിക്ക് ഈ പാൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും അടുത്തടുത്ത കുക്കിങ്ങിൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. എനിക്ക് ഏതെങ്കിലും ഒരു പാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ തുടരെയുള്ള കുക്കിങ്ങിൽ പിന്നെ ആ പാനായിരിക്കും. ഒരു 4-5 കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ അത് മാറ്റിയിട്ടായിരിക്കും പിന്നെ വീണ്ടും എൻ്റെ ഇഷ്ടമുള്ള ഒരു പാനായിരിക്കും അടുത്ത് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊതി തീരുന്നത് വരെ ഞാനിപ്പോൾ ഇതിലായിരിക്കും കുക്ക് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ചിലപ്പോൾ ഇതിപ്പോൾ ഏത് പാനാണെന്ന്. ഇത് മേയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ടൊമാറ്റോ നല്ലതുപോലെ ഉടയണം. അപ്പം അത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ലിഡ് കൊണ്ട് കവർ ചെയ്യാം. ഇനി നമുക്ക് ഈ ലിഡൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. പിന്നെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ടൊമാറ്റോയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ ഒരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയിട്ട് ഈ ടൊമാറ്റോ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. കണ്ടോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ടിപ്പാണ് കേട്ടോ. വല്ലാതെ കുറുകി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ലൂസാക്കി എടുക്കാം. ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഉപ്പിടാൻ മറന്നുപോയതാണ് കേട്ടോ. ഇപ്പോഴാണ് ഓർത്തത് ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല എന്ന്. നമ്മൾ ടൊമാറ്റോയൊക്കെ ചേർക്കത്തില്ലേ, ആ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. നല്ല ചൂട്. ഉപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും മതിയോ? ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. നമുക്കിനി ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം. ഈ ഇരിക്കുന്ന മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്പൂൺ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും മതിയോ? ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന് മീതെ കുറച്ച് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് ഹെൽത്തി ഊത്തപ്പവും അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് രണ്ടും നല്ല ഒരു കോമ്പിനേഷനാണ്. ഇപ്പം നിങ്ങൾ ടൊമാറ്റോ ചട്നി ഇല്ലെങ്കിലും നമുക്ക് ഈ ഊത്തപ്പം കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല ചൂടാണ്. സാധാരണ എനിക്ക് ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമുള്ളതൊന്നുമല്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.